doesn't always agree. What I'm thinking inside about it. അപ്പോൾ നമ്മൾ കണ്ണൂർ വെക്കേഷന് വേണ്ടി 2 ദിവസം ടൂറിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ട്, സ്നോ ഉണ്ട്, പിന്നെ നമ്മൾ 4 ആളും, ഇത്ര ആളുകളാണ്. നമ്മൾ കുറ്റിപ്പുറത്തു നിന്നാണ് പോണത്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറത്തെത്തി. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. നമ്മളവിടെ എത്തുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ശങ്കർപാർക്കിൽ ഞങ്ങളവിടെ 3 നാളും കൂടി നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് ട്രെയിന് വരാൻ കുറച്ച് നേരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. ആ സമയം കുട്ടികൾ എന്ത് ചെയ്യാണ്, സ്നോനെ കളിപ്പിക്കുകയാണ്. സ്നോനെ നല്ല ചൂടുണ്ട് ആ ബാഗിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവളെ പുറത്തെടുത്തിട്ട് കുറച്ച് കാറ്റൊക്കെ കുളിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ 8:40 നമ്മളെ ട്രെയിന്. 12:40 12:30 ആകുമ്പോൾ നമ്മൾ കണ്ണൂരെത്തും. അപ്പോൾ ഏറനാടിനാണ് നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ ഒരു പുറത്തൊക്കെ എടുത്തിട്ട് പൂച്ചക്ക് കുറച്ച് കാറ്റൊക്കെ കൊള്ളട്ടെ, സ്നോക്ക് കുറച്ച് കാറ്റൊക്കെ കൊള്ളട്ടെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സ്നോ ആണെങ്കിൽ ഇതെന്തപ്പോൾ, അവളാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ നോക്കാനും. അപ്പോൾ നമ്മൾ ഒരു വൺ ഡേ ആണെങ്കിലും എപ്പോഴും പോകുമ്പോഴൊക്കെ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ വേറൊരു ട്രെയിൻ വന്നെന്ന് ഇത് പോയിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ. അപ്പം അതെന്താ പോവാത്തത് നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 10 മിനിറ്റോളം ലേറ്റായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിന് വരാൻ വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യും. നമ്മളിത് പോകാൻ വേണ്ടി കാത്തിക്കുകയാണ്. ഇത് അവിടെ വന്നിട്ട് ഓഫാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതെന്താ ഓഫായ പോലെ കിടക്കുക. അപ്പോൾ ഇതെന്താ പോവാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നോർമൽ കാഴ്ച തന്നെ, വേറെ ഒന്നുമില്ല. ആൾക്കാരൊക്കെ നോർമൽ കാഴ്ച തന്നെയാണ്. ആൾക്കാരൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അവിടെ ട്രെയിൻ വരുമ്പോഴത്തേന് സ്നോൻ എന്ത് ചെയ്യണം, ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അപ്പോൾ ഇനി ഒരു 3-3.5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വെച്ചിട്ട് അങ്ങനെ ട്രെയിൻ വരാൻ വരികയാണ്. അപ്പോൾ അനൗൺസ് ചെയ്ത സമയം ഉടനെ സ്നോനെടുത്ത് ബാഗിൻ്റെ ഉള്ളിലാക്കി. അവളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ആകെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ടോ, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങടെ. പിന്നെ കണ്ണൂർ അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഹോം സ്റ്റേ ആണ്. അപ്പോൾ അവിടേക്കുള്ള വഴി നമുക്കവർ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. വണ്ടി വന്നിട്ട് വണ്ടിക്കാരൻ്റെ അടുത്ത് കൊടുത്താൽ സ്പോട്ട് പറഞ്ഞു തരാം. ഇവിടെ പുതിയൊരു വഴി പോലെ ഉപയോഗിക്കാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ കാണാൻ പോണത് മ്യൂസിയമാണ്. മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോകേണ്ട ഭാഗമായിട്ട് നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റേക്കേഷൻ ചെയ്തിട്ടുള്ളത് ദിനേശ് മുക്ക്, പിന്നെ കുറുവ എന്ന സ്ഥലത്താണ് കേട്ടോ. കുറുവ എന്ന സ്ഥലത്ത് ദിനേശ് മുക്ക് എന്നുള്ള ഇത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറച്ചും കൂടി നടന്നു വന്നു. ഒരു ഓട്ടോയിൽ തന്നെ വന്നിട്ട് നമ്മൾ മ്യൂസിയം റോഡിന് നിർത്തി. പുരാതന പണ്ടത്തെ മുസ്ലിം ഭരിച്ചിരുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ കണ്ണൂർ അവിടെ. അപ്പോൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അവിടെ തന്നെ അറിയാം. മ്യൂസിയം റോഡിന് അവരോട് പറഞ്ഞാൽ ഡ്രൈവർമാരാക്കും. അപ്പോൾ അവിടെ ഇതൊരു പഴയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ പള്ളിയുടെ അവസ്ഥയാണ് ഇപ്പോഴും. അതിൻ്റെ ഉള്ളിൽ വേറൊരു ഭാഗത്ത് എന്തുണ്ട്, നന്നായിട്ട് നവീകരിച്ചെടുത്തൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നമസ്കാരം കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഒരു നോക്കുമ്പോൾ കാണാം. ഡോർ വഴിയാണ് അതിൻ്റെ അകത്ത് പോകുന്നത്. ആദ്യം ഇതൊക്കെ ഉൾപ്പെടെ ഇരുന്ന വലിയൊരു പള്ളിയായിരുന്നു കേട്ടോ. പിന്നീട് അത് നശിച്ചു പോയി. അങ്ങനെയല്ല, അതിൻ്റെ പ്രവർത്തന രീതിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കുറഞ്ഞ് വന്ന്. പിന്നെ ബിൽഡിങ്ങൊക്കെ പഴയതായി. പിന്നെ ആദ്യത്തെ അത്ര ഒരു ഇതില്ല. അന്ന് അവിടെ അവരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പം അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ അറക്കൽ തറവാട് രാജകുടുംബത്തിലെ അംഗങ്ങളായിരുന്നല്ലോ
ചേർന്ന് അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ മ്യൂസിയം ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. പൈതൃക പട്ടികയിൽ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട്, മതിലും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. പള്ളിയും പിന്നെ അവിടുന്ന് അങ്ങനെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മതിലുകളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഡോറുകൾ വരുന്നതൊക്കെ കാണുന്നുണ്ട്. അത് ചിലപ്പം കോട്ടമതിൽ പോലെ അല്ല, വലിയ സംരക്ഷിത മതിൽ പോലെയൊക്കെ ആയിരിക്കാം. അതിങ്ങനെ ചേർന്ന് പോയിട്ട് അങ്ങനെ ചെന്ന് ചേരുന്നത് നമ്മുടെ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക, കടകളൊക്കെ ഉണ്ട് കുറച്ച്. പിന്നെ മതിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. 4-5 കടകളുണ്ട് എന്നോട് ചേർന്നിട്ട്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് കണ്ട ഡോറുകളൊക്കെ ഇതുപോലെ കടകളായിരിക്കാം പണ്ടൊക്കെ. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ്, അറക്കൽ പുതിയ പള്ളി. ഈ പള്ളി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഈ പള്ളിയിലാണ് ഇപ്പോൾ നമസ്കാരം കാര്യമായിട്ടുള്ള എല്ലാതും ഉള്ളത്. പിന്നെ ഇവിടുത്തെ കുറച്ച് മുന്നറിയിപ്പും കാര്യങ്ങളും പ്രോട്ടോക്കോളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നീണ്ടു പോകുന്നതാണ് മ്യൂസിയം. അറക്കൽ രാജവംശത്തിൻ്റെ അവരുടെ വീടും ഇതൊക്കെ ആയിരുന്ന ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മ്യൂസിയമായി മാറിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അറക്കൽ മ്യൂസിയത്തിൻ്റെ ഒരു റോഡാണ് കാണാം. അതിന് അങ്ങനെ അങ്ങോട്ട് നീണ്ടിട്ട് അങ്ങനെ റോഡ് സൈഡിലാണ്. പണ്ട് റോഡൊന്നും ഉണ്ടായില്ലായിരിക്കാം. അപ്പം അതിന് ശേഷമാണ് റോഡൊക്കെ. നമുക്കത് പറമ്പായിരിക്കാം. ഇനി ഇവിടെ അറക്കൽ രാജകുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ച് നോക്കട്ടോ. അവസാനം ഇംഗ്ലീഷുകാരുടെ കൊടിക്കീഴിലായതോടെ കേരളത്തിൻ്റെ മറ്റ് രാജകുടുംബങ്ങളിലേതുപോലെ അറക്കൽ രാജകുടുംബം എന്തായി, അവസാനം അവരുടെ രാജഭരണമൊക്കെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള തൂണുകളും ചിത്രപ്പണികളുള്ള തൂണുകൾ, പിന്നെ മേൽത്തട്ടുകൾ, പിന്നെ പണ്ടത്തെ മരത്തടിയിൽ നല്ല പ്യുവർ ഈ കാതിൽ മരത്തിൻ്റെ കാതിലുകൾ കൊണ്ട് നിർമ്മിച്ച കുറേ ഉരുപ്പടികളും ഒക്കെ നമുക്ക് കാണാം. അവിടെ 2 ചേച്ചിമാരാണ് കേട്ടോ അവർക്ക് ഇത് ടിക്കറ്റ് കൊടുക്കാനും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാനും ഒക്കെ ഇരിക്കുന്നത്. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ചേച്ചിമാരാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കൂടെ നമ്മൾ എൻട്രി ചെയ്യുന്നത്. അങ്ങനെ എൻട്രി ചെയ്ത് നമ്മളിങ്ങനെ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു റൂമുണ്ട്, പക്ഷെ അത് ഓഫീസ് റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇതുവഴി എന്ന് പറഞ്ഞിട്ടൊരു ഡോറുണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് ചുമരിലിങ്ങനെ കുറേ വരച്ച കുറച്ച് പിക്ചേഴ്സൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ ഓരോ ഇൻസിഡൻസ് ആണ് കേട്ടോ. ഇത് പഴയ കാലത്തെ എന്താ പറയുക, ഒരു അലമാരയാണ്, എന്താ പറയുക, ഷെൽഫ് പോലെ ഉപയോഗിക്കുന്ന. അതിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ നമുക്കിത് എന്താണെന്ന് പറയാൻ കിട്ടുന്നില്ല. അവരവിടെ അതിൻ്റെ വിശദീകരണമൊന്നും വെച്ചിട്ടില്ല. പല പല കാര്യങ്ങൾക്ക് കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അവർ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന. പിന്നെ അപ്പോൾ എന്താ ചോദിച്ചാൽ അറിയില്ല. പിന്നെ ഇത് ഒരു ചുറ്റിക പോലെ ഉപയോഗിക്കണം, കത്തി പോലെ ഉണ്ടായിരുന്നില്ല, കവറൊക്കെ ഉള്ള അതാ തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഷെൽഫുകളൊക്കെ പണ്ടത്തെ കാലത്താണ്. പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് കേരള സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ രാജകുടുംബത്തിൻ്റെ ഒരു തലമുറ, അറക്കൽ രാജവംശം ഏതൊക്കെയാണ്, ആദ്യ മുഹമ്മദ് അലി ആദിരാജ. എല്ലാവർക്കും ഈ ആദിരാജ എന്നുള്ള ഒരു പദവി സ്ഥാനം നെയിമുണ്ട് കേട്ടോ. പിന്നെ കുറേ ലേഡീസ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അവസാനം സുൽത്താൻ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവരാണുള്ളത്. സുൽത്താൻ ആയിഷ മുത്തുബീവി ആദിരാജ അവരാണ് 1999 വരെ. ഇതിലുള്ള നോട്ടീസ് അതിലാണ് എഴുതിയത്. മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ട്, പ്രതി സൈഡിൽ തന്നെ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അവരെ കാലവർഷം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ
കാണുന്നതാണ് ഈ ഒരു രാജവംശത്തിൻ്റെ കുറിച്ച് എഴുതിയിട്ടുള്ളത് നോട്ടീസ്. പിന്നെ അത് കഴിഞ്ഞ് പണ്ടത്തെ അത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ചിത്രം വരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഹോളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കോണിപ്പടിയൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. കോണിപ്പടി ഇവിടെ മാത്രമല്ല കേട്ടോ, നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ കയറി വരാനുള്ളതുണ്ട്. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണല്ലോ. നമുക്ക് മുകളിൽ ചെന്നാലാണ് അത് കാണാം. രണ്ട് ഭാഗത്തും കൂണി ഇറങ്ങി വരാനും രണ്ട് ഭാഗത്തുണ്ട്. പല റൂമുകളും അവർ എന്ത് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പഴയ വസ്തുക്കളൊക്കെ. മ്യൂസിയമായിട്ട് മാറ്റുമ്പം കുറേ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. കുറേ എല്ലാം പഴകിയതായിട്ടുണ്ടാവും. അപ്പോൾ ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ കാണുന്നതാണ് ഇത് കേട്ടോ. സ്റ്റെപ്പുകളാണിത്, മരത്തിൻ്റെ ഓണകൾ. പിന്നെ അതിന് മുകളിൽ കയറി ചെന്നാൽ ഇതാണ് നീളം വരാന്ത. പിന്നെ മുകൾ ഭാഗം വീണ്ടും തട്ടുകളൊക്കെ അടിച്ചിട്ടുള്ള നല്ല ഇതാണ്. പിന്നെ ഉണ്ടാവും നല്ല വലിയ ജനാലകൾ, മുകളിൽ ചില്ല്, നല്ല പച്ച ചില്ല്, അടിപൊളി ജനാലകളാണ്. അവിടെ നിന്ന് ഉള്ളിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എന്തോ കെട്ടിടം അവിടെ ഉണ്ട്. അത് അവർ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വേറെ ബിൽഡിങ്ങുകളുണ്ട്, അതിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടുത്തെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ ആരും ഇപ്പോൾ കാണുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിലില്ല. പക്ഷേ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഗവൺമെൻറ് ജോലി സർവീസിനുണ്ട്. ഇത് നമ്മൾ എന്താ പറയുക, ദീവാൻകൂട്ട് ഉപയോഗിക്കുന്ന, ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ, നമുക്ക് അത് പണ്ടും അത് അങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു ബെഞ്ച് പോലത്തെ, ദിവാൻകോട്ട് പോലത്തെ അതാണ്. പിന്നെ ഇത് മുഹമ്മദ് അലി ആദിരാജ, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ഈ ഒരു രാജവംശത്തിൻ്റെ ആദ്യത്തെ ഭരണാധികാരി. അപ്പം അവരുടെ ഫാദറും മദർ അവിടെ മുതലുള്ള ആ ഒരു ശൃംഖല എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമുക്ക് ശരിക്കും അവിടെ പോയി വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും കേട്ടോ. കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ തലമുറകളായിട്ട് അങ്ങനെ താഴത്തേക്ക് വരുന്നത്. ജിയോളജിക്കൽ ടേബിൾ ഓഫ് ദി അറക്കൽ ഫാമിലി സിൻസ് AD 819 അപ്പോൾ ഇങ്ങനെ അവസാനം വരെയുള്ളവരെല്ലാവരും ഇപ്പോൾ വരെയുള്ള ഈ 2012 വരെ ഒക്കെ ഉള്ള ആളുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഡോറ് നെക്സ്റ്റ് അവിടെ ഓരോ ആവശ്യാർത്ഥം ഓരോ എന്താ പറയുക, കണ്ടില്ലേ നോട്ടീസുകൾ കൊടുത്തയച്ചത്. അതുപോലെ തന്നെ ഏത് കേസുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തയച്ച എന്താ പറയുക ഓരോ രേഖകൾ, ഇതൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അന്നത്തെ ഭരണാധികാരികളെന്ന് ആരാണോ ഭരിച്ചിരുന്നത് അവർ അത് സൈൻ ചെയ്തതും, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്ന് വന്നിട്ടുള്ള കത്തുകളും ഒക്കെ ആണത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ തർജ്ജമ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കരിങ്കല്ലിൽ എഴുതിയതുണ്ട് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഈ നോട്ടീസൊക്കെ കടലാസൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് രാജമുദ്ര, ഇതതിൻ്റെ രാജമുദ്രയാണ് കേട്ടോ. സുൽത്താൻ ആദിരാജ, ഐഷ മുത്തുബീവി, കണ്ണന്നൂർ നാട്ടാ പണ്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ കണ്ണൂർ എന്നായത് തോന്നുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ ഓരോ ഇതൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. കോപ്പീസ് ഓഫ് സം അറക്കൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഹിസ്റ്ററികളും കാര്യങ്ങളാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വലുതാക്കി ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. വായിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി സൂക്ഷിച്ച് വായിച്ചാലൊക്കെ മനസ്സിലാകുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ കരിങ്കല്ലിലൊക്കെ ഈ കടലാസിലും ഇതിലൊക്കെ
ഇലയിലൊക്കെ എഴുതുന്നതിൻ്റെ മുന്നേ, ഇലയിലും കടലാസിലൊക്കെ എഴുതുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ നമ്മൾ കരിങ്കല്ലിലാണല്ലോ കൊത്തി വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ ഒരു ഡോക്യുമെൻ്റ് എന്തോ കേസുമായി ബന്ധപ്പെട്ടത് അവിടെ കരിങ്കല്ലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കാണുന്നതാണത്. ആ ഒരു മരത്തിൻ്റെ ഇതില്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഞാനിതൊരു വീഡിയോ എടുക്കുകയാണ്. കണ്ണാടി കണ്ടില്ലേ, നല്ല അടിപൊളി വലിയ കണ്ണാടി ഉണ്ട് രണ്ട് ഭാഗത്തും കേട്ടോ, നല്ല രസമാണ്. ഇതുപോലത്തെ കണ്ണാടികൾ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുതിരമാളികല്ലേ, അതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കതും കാണിച്ചു തരാം പിന്നെ ഒരു ദിവസം. അപ്പോൾ ഇതാണ് ഇത് താഴ്ത്തുണ്ട്. ഇത് എന്താണെന്നുള്ളത് നമുക്കിത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മലയാളമാണെങ്കിലും അതിൻ്റെ ആ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ പണ്ടത്തത് വായിക്കാനൊക്കെ പറ്റിയത് ഉമ്മു ബീബി കെട്ടിച്ചിട്ടുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്നും വായിച്ചിരുന്നു. പക്ഷെ അതിന് കാര്യം കറക്റ്റായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്കതിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട്, മലയാളത്തിൽ കറക്റ്റായി എഴുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ ഞാനിത് ഇത്രയും കാണിച്ചു തരണം നിങ്ങൾക്കാരെങ്കിലും ഇപ്പം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വായിക്കാൻ കിട്ടി ഇന്നതാണെന്നുള്ളത്. ഞാൻ വായിച്ചിരുന്നു, പക്ഷേ അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ എന്തായി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടണില്ല, ആശയം ഇങ്ങോട്ട് വരണില്ല. അതാണ് ഇത് കണ്ട കെട്ടുപിടിയ ജനറൽ മിലിറ്ററി ഹാജർ റെഗുലേഷന് സംബന്ധമായി സുപ്രീം പോലീസ് മഹാരാജ ശ്രീ ക്യാപ്റ്റൻ റോൾസ്റ്റൺ സാഹിബ് അവർക്ക് താൽപ്പര്യത്തിന് ബഹുമാനപ്പെട്ട കണ്ണൂർ ആദിരാജ ബീവി അവർകളെ സഹായത്താൽ തോപ്പിൽ മരിയ ഉമ്മ ബീവി കൊടുത്ത മുതലിനാൽ കെട്ടിച്ചിട്ടുള്ളതും മേപ്പടി ബഹുമാനപ്പെട്ട ആദിരാജ ബീവി അവർകളെ അയക്കിയതിനെ പോലീസ് സൂപ്രണ്ട് സാഹിബ് അവർകളെ അധികാരത്തിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുള്ളതുമാകുന്നു എന്ന് കൊല്ലം 1855 മെയ് 31. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുവാദത്തോടെ മാർക്കറ്റ് കെട്ടിടം പണിയുന്നതിന് സുൽത്താൻ തോപ്പിൽ മരിയ ഉമ്മ ബീവി അനുവാദം നൽകിയ ഉത്തരവ് ശിലയിൽ രേഖപ്പെടുത്തിയതാട്ടോ. ഇത് 1855 മെയ് 31. അപ്പോൾ കെട്ടിടം ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തതാണ് സംഭവം. അത്ഭുതമാണ് മക്കളെ. അപ്പം നിങ്ങളതൊക്കെ അവിടെ പോയി കാണണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വലിയൊരു ഹാള് പോലത്തേക്കാണ് കയറുന്നത്. അവിടെ അറക്കൽ കൊട്ടാരവും അതിൻ്റെ ദർബാർ ഹാളാണ് ഇട്ടത്. ആ അറക്കൽ കൊട്ടാരത്തിൻ്റെ ആ ഒരു ദർബാർ ഹാളാണ്. അവിടെയാണ് പല മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നതെന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പ്യുവർ തേക്കുടിയിൽ ചേർത്തിട്ടുള്ള മരത്തിൽ ചേർത്തിട്ടുള്ള എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള ടേബിളും കസേരകളും അതുപോലെ തന്നെ ഇരിക്കാൻ സ്റ്റൂൾ പോലത്തെ. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ചില്ലിൻ്റെ തോന്നുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേരളത്തിലേക്കും ശ്രീ രാജകുമാരമായ അറക്കൽ വംശത്തിൻ്റെ കൊട്ടാരവും ഓഫീസും ഒക്കെയാണ് ഇത്. അനേകം മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ദർബാർ ഹാളൊക്കെയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ അറക്കൽ രാജവംശം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റു ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമക്കത്തായമാണ് അറക്കലും പിന്തുടർന്നിരുന്നത് എന്നുള്ളതും, പിന്നെ കുടുംബത്തിലെ മൂത്തയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും രാജാവായിരുന്നു പതിവ്. ഒരു പുരുഷനാണെങ്കിൽ ആദിരാജാവെന്നും ആലിരാജാവെന്ന് നാട്ടത്തിൽ മറ്റേ ആദിരാജാവെന്നാണ്. സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും വിളിച്ചിരുന്നു. അവരുടെ പേരിനോടൊപ്പം ഇപ്പം മറിയുമ്മ അറക്കൽ ബീവി, ഖദീജ, അങ്ങനെ അറക്കൽ ബീവി എന്നുള്ള ഒരു പദവിസ്ഥാനം കൊടുത്ത് വിളിച്ചിരുന്നു. പിന്നെ ആ ഒരു ബഹുമാനമായിട്ട് കൊടുക്കുന്ന ആ ഒരു വിളിയായിരുന്നു. സ്ത്രീകളാണെങ്കിൽ അറക്കൽ ബീവി എന്നും മറ്റേത് ആലിരാജ എന്നും. പിന്നെ ഇതെങ്ങനെയാണ് അറക്കൽ രാജകുടുംബം ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. പിന്നെ അതിൽ നല്ല ഭംഗിയുള്ള സ്റ്റൂളുകൾ കസേരകൾ ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അത് എങ്ങനെ ഇത് കൊത്തുപണി ചെയ്തിരിക്കണമെന്ന് നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവുന്നില്ല. പിന്നെ ഇതൊരു എന്താ പീഠം പോലത്തെ എന്താ പറയുക, ഇതൊരു ടേബിളാണ് തോന്നുന്നുണ്ട്. പക്ഷേ രണ്ട് പാർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത്
തന്നെ പണിതുള്ളതാട്ടോ. ഇതുപോലത്തെ ഒരു വലിയൊരു ടേബിളാണ് അപ്പുറത്തുള്ളത്. പക്ഷെ അതിന് നടുവിൽ കൂടെ രണ്ട് പോർഷനാക്കിയിട്ടുണ്ട്, അങ്ങനെ തിരിച്ചിട്ടുണ്ട്. മക്കളൊക്കെ അവിടെ ഇങ്ങനെ നടന്ന് കാണണം. പിന്നെ ഇവിടെ ഓരോ വിദേശികൾ കാണാൻ വന്നപ്പോൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാലത്തിൻ്റെ പഴക്കം കൊണ്ടേ ഇതായിട്ടുണ്ട്. 1931 മുതൽ 1946 വരെ ഭരിച്ചിരുന്ന രാജ്യങ്ങൾ. പിന്നെ ഇവിടെ ഓരോ ഭരണാധികാരികളാണ് നമുക്കിവിടെ കാണുന്നത്. അവരെ കൊല്ലവർഷമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറക്കൽ ബീവി, ചിലതൊക്കെ നമുക്കിങ്ങനെ മാഞ്ഞു തുടങ്ങിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസും അതേപോലെ എഴുതിയതൊക്കെ. പിന്നെ പറ്റാവുന്ന രൂപത്തിൽ അവർ നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി കാഴ്ചകളാണ്. അതിൽ പോയി കാണുന്നത് വേണം. സുൽത്താൻ അബ്ദുൽ ആദിരാജ ആമിന ബീവി, അറക്കൽ ബീവി. അവർ ഭരിച്ചിരുന്ന വർഷം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ തന്നെ ഉണ്ട്. രണ്ടായിരത്തി 2016 വരെ ഉള്ളവരുണ്ട് ഇതിൽ. അതിൽ ബീവി 2016 മരണപ്പെടുന്നത്. അവർ എത്ര മുതൽ എത്ര വരെ ജീവിച്ചു എന്നുള്ളതുണ്ട്. അവരെ പിന്നെ കൊല്ലവർഷം ഏതിലാണ് ജനിച്ചത്, അതുപോലെ മരിച്ചതൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ അവർ ഏത് മുതൽ ഏതുവരെയായിരുന്നു ആ ഒരു സ്ഥാനം വഹിച്ചിരുന്നത്, ഇതൊക്കെ ഉണ്ട്. ഇതാണ് മൊത്തത്തിൽ ആ ഒരു ദർബാർ ഹാളിൻ്റെ ഒരു കാഴ്ച. പിന്നെ രണ്ട് സൈഡിൽ അതേപോലെ തന്നെ ഡോറുണ്ട് കേട്ടോ. ഈ ഭാഗത്തുണ്ട്, അപ്പുറത്തുണ്ട്. കുറേ ആൾക്കാരൊക്കെ, അധികമില്ല എന്നാലും ആൾക്കാർ കാണുന്നുണ്ട്. അതിന് അപ്പുറത്തെ സൈഡിലുള്ള ആ വലിയ ഡോർ കൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതുപോലെ ഒരു റൂമിലാണ് ചെല്ലുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. നല്ല തണുപ്പുമാണ് അതിൻ്റെ ഉള്ളിൽ, നല്ല തണുപ്പാണ്. പിന്നെ ഈ റൂമിലാണെങ്കിൽ കുറേ ഇതുപോലെ ഇങ്ങനെ വരച്ച ഇങ്ങനെ പിക്ചേഴ്സാണുള്ളത്. ജനൽ നമ്മൾ റോട്ടിൽ നിന്ന് കണ്ടില്ലേ, ആ ജനലുകളാണ് ഇട്ടത്. പിന്നെ പ്രശസ്തരായ കുറേ ആളുകൾ വരച്ച പിക്ചേഴ്സാണ് എന്തായാലും ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനം എന്നുള്ള നിലക്കാണ് ഈ റൂമിൽ ഇത് കാണിക്കുന്നത്, ഈ റൂമിലുള്ളത്. പിന്നെ ഇതുമായി ഈ അറക്കൽ രാജകുടുംബവുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് തന്നെയാണ് കേട്ടോ. വരച്ച കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഇത് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് അവർ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗാലറിയാണ്, നമുക്ക് ആർട്ട് ഗാലറി പോലെ നമുക്കിങ്ങനെ കാണുന്നത് ഈ റൂമിൽ നിറച്ച്. പിന്നൊരു ബുദ്ധൻ്റെ പിക്കുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പാർക്കിൽ നിന്നിട്ടാട്ടോ. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുന്ന് ആ അറ്റത്ത് കാണുന്നതാണ് കേട്ടോ. രണ്ടറ്റത്തും ഇതേപോലെ വലിയ ഡോറുകളാണുള്ളത്. ഒരു ഡോർ കടന്ന് ചെല്ലുമ്പോഴുള്ള കാഴ്ച നമുക്ക് പറഞ്ഞു തന്നത്. ഇനിയിപ്പം മറ്റേ ഡോറിന് അങ്ങേ തലക്കുള്ള ഡോർ വഴി നമ്മൾ ചെല്ലുമ്പോൾ കുറേ പുരാതനമായിട്ടുള്ള കുറേ വസ്തുക്കളാണ്. അവർ ഉപയോഗിച്ചിരുന്ന വാളുകൾ, അതുപോലെ പാത്രങ്ങൾ, പല ഉപകരണങ്ങൾ ഒക്കെയാണ് അവിടെ കാണാൻ. സംഗീത ഉപകരണങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ആ റൂമിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതിലൊന്നും തൊടാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലാരും എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാനും ഇതാക്കാനും പാടില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു എന്തോ കാണുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എന്തെങ്കിലും കാര്യമുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത റൂമിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഇതുപോലെ എന്താ പറയുക, പഴയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന
ലോക്കർ പോലെ ഉപയോഗിച്ചിരുന്ന പെട്ടികളുണ്ടല്ലോ, അതാണ് കാണുന്നത്. പിന്നെ അവിടുന്ന് അടുത്ത റൂമിൽ കിടക്കുമ്പോഴാണ് വേറെ കുറേ സാധനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതുപോലത്തെ സാധനങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം കടാരകളും ചുരികകളും കത്തികളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഈ റൂമിലെന്ന് പറഞ്ഞാൽ ഇതാട്ടാ, എന്താ പറയുക, ആധാരം വെക്കാൻ ഉപയോഗിച്ചിരുന്ന പെട്ടി. അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട വസ്തുക്കളൊക്കെ നമ്മൾ ലോക്കർ പോലെ ഉപയോഗിച്ചിരുന്ന ആ ഒരു പെട്ടിയാണ്. നല്ല ഭംഗിയുള്ള പെട്ടിയാണ്. പിന്നെ നിലമൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരമാണ് കേട്ടോ നിലമൊക്കെ. ജനൽപ്പടി, വാതിൽ, ജനൽ, നിലം, തട്ട്, തൂണ് എല്ലാം മരമാണ്. അന്ന് മുതലേ ഉള്ള ആ ഒരു മരത്തടി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഈട് നോക്കി നോക്ക്, അത്രയും സൂക്ഷിച്ചിട്ടും അതുപോലെ തന്നെ അത്രയും പെട്ടെന്ന് നശിക്കാത്ത അത്രയും വിലപിടിപ്പുള്ളതൊക്കെയായ പ്യുവർ കാതൽ ആയിട്ടുള്ള മരത്തടി കൊണ്ടൊക്കെ ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അതൊക്കെ ഇന്നും നിലനിൽക്കുന്നത് കേട്ടോ. സാധാ മരം ഒന്നും ആയിരിക്കില്ല. നമുക്കിതുപോലെ കുറേ ഇത് നമുക്ക് കൊട്ടാരങ്ങളിലും കാണാട്ടോ. ട്രിവാൻഡ്രം മനാപപുരം കൊട്ടാരത്തിലും കുതിരമാളിക അങ്ങനെയുള്ളതൊക്കെ കാണാട്ടോ. ഇത് പഴയകാല ഖുർആൻ ലിപികളാണ്, കൈ കൊണ്ട് എഴുതിയിട്ടുള്ള ഖുർആൻ ലിപികളാണ് കേട്ടോ. കണ്ടോ, പറഞ്ഞാൽ അറിയിക്കില്ല. വിശുദ്ധ ഖുർആൻ കൈയെഴുത്ത് പ്രതി അത്രയും നല്ല വൃത്തിയിൽ നീറ്റിൽ എഴുതിയിട്ടുണ്ട്. നോക്കി നോക്കി, ഇത്ര ഭംഗിയിലാണ് അച്ചടി പോലെ എഴുതിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ ഖുർആൻ എഴുതിയിട്ടുള്ളത്. ഖുർആൻ ഇങ്ങനെ തുറന്നു വെക്കാൻ പാടും, എനിക്കറിയില്ല. പിന്നെ അങ്ങനെ അടച്ചു വെക്കാറാണ് ചെയ്യാറ്. ഇതിപ്പോൾ എന്നും ഇങ്ങനെ തുറന്നിരിക്കില്ലേ. പിന്നെ നോക്ക്, അവർ ആദിരാജ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന കിരീടമാണ് കേട്ടോ. പിന്നെ അവർ അംശവടി, അതായത് ഈ വടികളാണ് എന്ത് ചെയ്യണത്, ഒരാൾ രാജഭരണം മാറി അടുത്ത ആൾ വരുമ്പോൾ ഈ അംശവടിയും ഈ ഒരു കിരീടമാണ് അവർ എന്ത് ചെയ്യുന്നത്, കൈമാറുന്നത്. അപ്പോൾ പലതരത്തിലുള്ള അംശവടികളാണ് നമുക്ക് കാണാൻ പറയും. റോയൽ മാൻറ്റിൽ സ്റ്റിക്ക് കണ്ട, അംശവടികൾ പല രൂപത്തിലുള്ള അംശവടികളുണ്ട് കേട്ടോ. പല രൂപം പറഞ്ഞാൽ രൂപം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെ അതിൻ്റെ വണ്ണം, ചിലതിന് കുറച്ച് വണ്ണമുണ്ട്, ചിലതിന് വണ്ണം കുറവായിരിക്കും, നീളവും കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഓരോ മനുഷ്യന്മാരവരെ എന്താ പറയുക, ആകാരത്തിനനുസരിച്ചിട്ടുള്ളതാണ് ഐക്കം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മരത്തിലുള്ളതുണ്ട് കേട്ടോ, നമ്മൾ കണ്ടല്ലോ. പിന്നെ നോക്കി നോക്കി, ജനലുകളൊക്കെ എന്ത് ഹൈറ്റാണെന്ന് അറിയാം, എന്ത് വലിപ്പമാണ്. വാതിലുകളാണെങ്കിൽ അതിനേക്കാൾ വലിപ്പം. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന എന്താ പറയുക, ഈ സ്റ്റെതസ്കോപ്പ് പോലെ ഉണ്ടല്ലോ, ദൂരദർശിനി, സ്റ്റെതസ്കോപ്പല്ല ദൂരദർശിനിയൊക്കെ ഉണ്ട്. പിന്നെ ഫോണ്, പിന്നെ എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, ഘടികാരം. ഇതൊക്കെ ഫോണാണ് കേട്ടോ, ഫോണാണ്. 1-2 അതിൽ. പിന്നെ പിന്നെ പലതരത്തിലുള്ള ജഗ്ഗുകൾ. പിന്നെ അങ്ങനെ കണ്ട ജഗ്ഗൊക്കെ എന്ത് രസം കാണാൻ, അടിപൊളി ജഗ്ഗുകൾ. പിന്നെ എന്താ പറയുക, ഈ ഊതൊക്കെ ഇട്ടിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എന്താ പറയുക, പുകച്ചിട്ട് നല്ല സുഗന്ധം പരത്തണം, അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പിന്നെ മെഴുകുതിരി കത്തിച്ച് വെക്കാൻ, ചന്ദനത്തിരി കത്തിച്ച് വെക്കാൻ. പിന്നെ ഇത് നമ്മൾ സംഗീതോപകരണമാണ് കേട്ടോ. പിന്നെ ഇത് ഇഞ്ച പോലെ ഉപയോഗിച്ചിരുന്ന ഈ കോഫിയൊക്കെ കുടിക്കാൻ, ചായയൊക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇത് വന്നിട്ട് തൂക്കുവിളക്ക്, പലതരത്തിലുള്ള തൂക്കുവിളക്കുകൾ. മെഴുകുതിരി സ്റ്റാൻഡ്, ഇത് മെഴുകുതിരി സ്റ്റാൻഡുണ്ട് ഇങ്ങനെ തിരക്കുണ്ട്. പിന്നെ ഇത് കാലം എടുക്കുന്ന ചിലങ്ക, തടിയുള്ള ചിലങ്ക, ഇത് അവരുപയോഗിച്ചിരുന്നതാണ് കേട്ടോ, അവരുപയോഗിച്ചിരുന്നതാണ്. പിന്നെ തൂക്കുവിളക്കുകൾ, അന്നൊന്നും കറണ്ടൊന്നുമില്ലല്ലോ, അപ്പം ഇതിൽ തിരിയിട്ട് തമ്പുരാട്ടി വിളക്ക്, തമ്പുരാട്ടിമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവർ മാത്രം ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് ഇതൊക്കെ. പിന്നെ വീണ്ടും ഞാൻ ജനൽ കാണിച്ചു തരാൻ എന്താ വെച്ചാൽ, ജനൽ നല്ല വലിയ ജനലാണ്. പിന്നെ അതിൻ്റെ ജനൽപ്പടിയുമ്പോൾ തന്നെ ഒരു ബെഞ്ച് പോലെ ഉണ്ട്, നമുക്ക് ഇരിക്കാനും അത്യാവശ്യം കെടുക്കാനും പറ്റും. അങ്ങനത്തെ വലിയ നല്ല വീതിയൊക്കെ ഉള്ള നല്ല
ജനലുകൾ. പിന്നെ ഇത് സെറാമിക് പാത്രങ്ങളാണ് കേട്ടോ. പല പല ഉപയോഗിച്ചിരുന്നതായിരിക്കും. നല്ല സ്ഫടികം കൊണ്ടുള്ള പാത്രങ്ങൾ പണ്ടൊക്കെ ചൈനയിൽ നിന്നൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും. അതിലേറെ കുറേയൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഔദ്യോഗികമായിട്ടുള്ള വിസിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഭരണാധികാരികളല്ലേ അവർക്ക് എന്ത് ചെയ്യും, ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഭംഗിയുള്ള പാത്രങ്ങൾ, സ്ഫടിക പാത്രങ്ങൾ. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്തെങ്കിലും മെസ്സഞ്ചേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നതായിരിക്കാം. രാജകീയ പിന്നെ സന്ദേശം പാസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതൊക്കെ ആയിരിക്കാം. കവർ പോലത്തെ. വീണ്ടും നമ്മൾ വേറൊരു റൂമിലേക്ക് കയറുമ്പോൾ പാത്രങ്ങൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ പാത്രങ്ങൾ, അറക്കൽ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ. പിന്നെ ഇങ്ങനത്തെ ടേബിൾ വിത്ത് ഷെൽഫ് പോലെ, അലമാര പോലത്തെ അടിപൊളി മരത്തിലുള്ള ഇത്. പിന്നെ കണ്ടോ, വീണ്ടും നമ്മൾ ഇരിക്കാൻ നമ്മൾ കട്ടിലായിട്ട് ഉപയോഗിക്കാവുന്ന ദിവാൻ കോട്ട് പോലെയൊക്കെ ഉപയോഗിക്കുന്ന അടിപൊളി ഒരു ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം. പിന്നെ ഇത് തൊപ്പി പോലെ ഉപയോഗിച്ചിരുന്നത്. ഇതൊന്നും തൊടാൻ പാടില്ല കേട്ടോ. അതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊരു വലിയൊരു പെട്ടിയുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇതെന്ത് തൊപ്പിയ തോന്നുന്നുണ്ട്. ഇതിങ്ങനെ തലയിലൊക്കെ വെക്കാൻ പറ്റും. അവിടെ അടിപൊളി വലിയൊരു മിറർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അരിയൊക്കെ നല്ല കളക്കാൻ വേണ്ടി വെച്ചിരുന്ന പറ എന്ന് പറയില്ലായിരുന്നു. പിന്നെ ഇത് വലിയ ചെമ്പ് പാത്രം, പിച്ചളത്തിൻ്റെ വലുതാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. ഇതൊക്കെ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഇതിൽ കാണുന്നേക്കാൾ നല്ല വലിപ്പമാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഞാൻ ഇത് ഹൈറ്റിൽ ഉയർത്തി പിടിച്ചിട്ടാണ്, സ്റ്റിക്ക് വെച്ചിട്ട് പിടിച്ചിട്ടാണ്. പിന്നെ കാലോട് കൂടിയിട്ടുള്ള പാത്രം കണ്ട, ചായ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചാൽ. പിന്നെ ഇത് കുക്ക പോലത്തെ വലിയൊരു, അങ്ങനെ രണ്ടെണ്ണം കണ്ട വലുതൊന്നുണ്ട്. ഇത് കുറച്ചുകൂടി അത് നേരത്തെ കാണിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പടി ഒന്നും കൂടി മുകളിൽ ആണ് ഇത് സീറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അറ്റത്ത് ഒരു ഷെൽഫ് പോലെ ഉപയോഗിക്കാവുന്ന, എന്താ പറയുക, നമ്മൾ റൂം അലങ്കരിക്കാനൊക്കെ വെക്കുന്ന ഷെൽഫൊക്കെ അല്ല, അതുപോലെ നല്ല രസമുണ്ടാകും. പിന്നെ നെക്സ്റ്റ് റൂമിൽ നമുക്ക് കടന്നപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ദർബാർ ഹാളിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തെ റൂം നമ്മൾ കണ്ടു. അപ്പോൾ രണ്ടാമത്തെ റൂമിൽ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ. അതിൻ്റെ ഒരു സൈഡ് കണ്ടിരുന്നില്ല, വീണ്ടും കാണുന്നത് പോഞ്ചി. ഇതൊക്കെ ചായക്ക് എടുക്കാനായിരിക്കും. പിന്നെ കപ്പ്, വെള്ളിക്കപ്പ്, പിന്നെ വെള്ളിപ്പാത്രം, വെള്ളി കൊണ്ടുള്ള ബോക്സാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ളതൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിച്ചിരുന്നതായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് വർക്കൊക്കെ കണ്ട വെള്ളി പൂശിയ ബോക്സ് കേട്ടോ. എന്തൊക്കെയാണ് ഇതൊരു പല പല കാര്യങ്ങൾ വെച്ചിരുന്ന. പിന്നെ കണ്ണാടി, കൂളി, പിന്നെ വലിയ ഗ്ലാസ് പോലത്തെ കണ്ട. പിന്നെ ഇത് തലയിൽ വെച്ച് വെക്കുന്നതാണ്, കിരീടം പോലെ. പിന്നെ ജഗ് ഉണ്ട് അവിടെ, പല പല ജഗ്ഗുകളാണ്. പിന്നെ പനിനീർ തെളിക്കാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ ജഗ്, ചായ, കാപ്പിയൊക്കെ പോയി വെക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല ജഗ് അങ്ങനത്തെ കേട്ടോ. പിന്നെ ഇത് വാളുകൾ, മറ്റ് ആയുധ സെക്ഷനിൽ പെടുന്നതാണ്. കുറേ കുന്തം, അങ്ങനെയൊക്കെയുള്ള പല പല സാധനങ്ങൾ കിട്ടാൻ. പേരും കുറേ അറിയില്ല. കടാര അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. വാള് അങ്ങനെയൊക്കെ പണ്ടത്തെ തന്നെ കേട്ടോ. പിന്നെ തോല് കൊണ്ടുള്ള പരിചയം, തോലാണ്. പിച്ചളം, ഇരുമ്പ് അങ്ങനെയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മറ്റു കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ട്. ഈ തോല് കൊണ്ടുള്ളത് ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ
അറക്കൽ ഡിനസ്റ്റിനെ, അറക്കൽ രാജവംശത്തിനെ കുറിച്ച്. അങ്ങനെ നമ്മൾ താഴ്ത്തി എത്തിയിട്ടാണ്. താഴ്ത്ത് പിന്നെ ഇറങ്ങുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയാണ് അതിന് മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ താഴ്ത്തി വരുമ്പോൾ കുറേ റൂമുകളാണ് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോണത്. അപ്പോൾ അതിൽ ഒരു റൂമിലാണ് അറക്കൽ രാജവംശത്തിൻ്റെ കുറേ കാര്യങ്ങൾ, കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോകണം കേട്ടോ. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത്ര രൂപ ഒന്നുമില്ല. ആകെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ 20 രൂപ ആണുള്ളൂ. ഫാമിലിക്കൊക്കെ 50 രൂപ ഒക്കെ ഉള്ളൂ. നിങ്ങൾ കാണണം പോയിട്ട്. പിന്നെ കോട്ട അറക്കൽ ഇവിടെ കോട്ട ഉണ്ട്, സെൻറ്റ് ജോസഫ് കോട്ട. ആ കോട്ട ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ നിന്ന് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ ഫ്രഞ്ച് കോളനിക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു കോട്ട ഇവിടുത്തെ ആദിരാജ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യം അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവർ 2 വിഭാഗക്കാരും നല്ലതുപോലെ ഉപയോഗിച്ചിരുന്നു. പല വാണിജ്യത്തിനും പല എന്താ പറയുക കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആ ഒരു കോട്ട, ഓരോ കോട്ടയും എന്ത് ചെയ്തിട്ടുള്ളത് കടപ്പുറത്താണല്ലോ, കടലിൻ്റെ ഭാഗത്താണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. പിന്നീട് എന്താ പറയുക പല ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരൊക്കെ ആദ്യം സൗഹൃദമാവും, എന്നിട്ട് പതുക്കെ ഇവിടെ സ്ഥാനം ഉറപ്പിക്കും. പിന്നെയാണല്ലോ അവർ തനി സ്വഭാവം എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് പറ്റാണ്ടാവും. അപ്പോൾ അവർ ഇതിന് പ്രതികരിക്കുമ്പോൾ ശത്രുക്കളായി മാറും. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവർ ശത്രുക്കളായപ്പോൾ അതിൽ കൂടെ ആദിരാജ അവർക്കും ഇവിടെ ഉള്ളവർക്കൊന്നും അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായപ്പോൾ അവരുടെ അടുത്തുനിന്ന് അന്നത്തെ 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ ഒരു കോട്ട തിരിച്ചു വാങ്ങുന്നത്. അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ ആലോചിച്ചു. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്ന ഗോവണ കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ കാഴ്ചകളാണ് താഴത്ത്. നമ്മുടെ തറവാട് വീടുകളിലൊക്കെ എങ്ങനെയുള്ളത് വെച്ചാൽ അതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ താഴെയാണെങ്കിലും ജനലുകളും ഇതൊക്കെ അന്നത്തെയാണ് കേട്ടോ. എന്നാലും ഇദ്ദേഹം വൃത്തിയിലും നല്ല സൂക്ഷിച്ചിട്ടും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എത്രയോ പഴക്കമുള്ളതാണത്. അപ്പം അങ്ങനെ അവർ പിന്നെ റൂമുകളാണ് താഴെ തുടരെ പൂട്ടിയിട്ട റൂമുകളാണ്. പിന്നെ അവിടെ ഒരു തൂണ് കണ്ട്, ആ തൂണ് ഇങ്ങനെ ഇതിനോട് ചേർത്തിട്ട് തന്നെ ബിൽഡിങ്ങിനോട് ചേർത്തിട്ട് അങ്ങനെ മറച്ചിരിക്കുകയാണ് കേട്ടോ, പണിതിക്കുകയാണ്. അന്നവിടെ ഓപ്പൺ ആയിരിക്കാം, പിന്നീട് മതിൽ വന്നപ്പോൾ ചേർത്തതായിട്ട്. പിന്നെ പണ്ടത്തെ ഒരു ക്ലോക്ക് ഉണ്ട് അവിടെ തന്നെ ഇപ്പോഴുണ്ട്. വർക്കിംഗ് അല്ല, പക്ഷെ അവിടെ പ്രദർശിച്ചിട്ടുണ്ട്. ഏതോ ഒരു സമയത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന ക്ലോക്കാണ് കേട്ടോ, ഒരുപാട് വർഷം മുന്നേ. പിന്നെ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ പിന്നെ നെക്സ്റ്റ് റൂമിൽ നമ്മൾ കിടക്കുമ്പോൾ അവിടുത്തെ ചരിത്രങ്ങൾ പല ഫോട്ടോസുകളിലായിട്ട് ഇങ്ങനെ അവിടെ നടന്ന വ്യാപാര വാണിജ്യ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന കുറേ ഫോട്ടോസ്. ആദ്യമായി അവിടെ വന്നത്, മലബാറിൽ ആദ്യമായി വന്ന കപ്പലിറങ്ങിയ കാഴ്ച, അങ്ങനെയൊക്കെ ഒരു ഈസ്റ്റ് ഇന്ത്യ ഹൗസ്, ആംസ്റ്റർഡാമിലെ ആദ്യത്തെ ഈസ്റ്റ് ഇന്ത്യ ഹൗസ്. പിന്നെ പായ്ക്കപ്പൽ, പണ്ട് ഫ്രഞ്ചുകാർ വരുന്ന കാഴ്ചയാണ് കേട്ടത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ വരുന്ന വരവ് നമ്മളെ പിടിച്ചടക്കാൻ ഇടയ്ക്ക് വാഴയുള്ള വരവാണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസുകൾ അവിടെ ഉണ്ട്. ഓരോന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. That I could cough out my emotions in a healthy manner and
just become the right person that actually matters. And every day I drive my car to my little job, and I find some peace in the stations that I throw on. But I wish there was a song with your name as the title. Oh yeah, I wish there was a song with your name as the title. Oh yeah. And the moods that I hate, I tend to embrace. Wonder why I'm so opposite, I'm so backwards and upside down. I'm such a clown, but I've got no frown on my little face. Why am I so freaking cute sometimes, yeah? I'm such a drama queen, I'm such a drama queen. And I wish there was a song that I could make that'll make you strong. 'Cause I'm tired of feeling low and sad and depressed. I gotta move on. La 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 la, la 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 la, la 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 la. അങ്ങനെ ഓരോ പിക്ചറുകൾ ഓരോ ഫോട്ടോസ് നമ്മൾ അതിൻ്റെ അടിയിൽ എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ അറക്കൽ കൊട്ടാരത്തിന് കൊച്ചിയിലെ ഡച്ചുകാരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സാക്ഷിയായ ഡേവിഡ് ഹാളാണ് ഈ കാണുന്നത്. ഇതവിടെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഒരു പ്ലാനിങ് ആണ് ഈ കാണുന്നത്. ചരിത്രത്തിൻ്റെ കഥ പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ ബാൻസ്റ്റീൽ ബംഗ്ലാവാണിത്. പിന്നെ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊരു ചെടിയുടെ ഒക്കെ പിക്ചറാണ്. നമ്മൾ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി നമ്മൾ കയറുമ്പോൾ കണ്ടല്ലോ ആ ചേച്ചിമാരിരിക്കണ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വിശ്രമ ഏരിയ പോലെ ഉണ്ട്. നമ്മൾ കണ്ട് ആ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് വിശ്രമിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. അറക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. എല്ലാവരും പോയി കാണണം കേട്ടോ, കാണേണ്ടത് തന്നെയാണ്. Head over heels for that someone. Head for the hills for nothing, nothing. Running, scared, screaming at the top of my lungs. In my many minds, my many minds. My heart doesn't always agree. What I'm thinking inside. Think about it, your gut can lie. And when you're hungry but it hurts to eat, do you actually wanna die? No matter how bad it tastes, I